ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നൊബേൽ സമ്മാനമാണ് 2023. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ ചെറിയ കോഡ്സുകളൊക്കെ വെച്ച് വേഗം സെറ്റ് ആക്കാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി 2023 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാ നോക്കാം. ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? 2 പേർക്കാണ് മെഡിസിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എത്ര പേർക്കാ കിട്ടിയിട്ടുള്ളത്? 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? കാറ്റ്ലിൻ കാരിക്കോ, ഡ്രൂ വൈസ്മാൻ. ആരൊക്കെയാണ് രണ്ടാൾക്കാര്? കാറ്റ്ലിൻ കാരിക്കോ, ഡ്രൂ വൈസ്മാൻ ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർക്കുക, നമ്മൾ ഈ മെഡിസിൻ ഒക്കെ കഴിച്ചു കഴിയുമ്പോഴേ, നമ്മൾ മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ കരിക്കൊക്കെ കുടിക്കും അല്ലെ. നമുക്ക് നല്ല ക്ഷീണൊക്കെ ആയിരിക്കില്ലേ മെഡിസിൻ ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ കരിക്കൊക്കെ കുടിക്കും എന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെ കാറ്റ്ലിൻ കാരിക്കോ, മെഡിസിന് ശേഷം നമ്മൾ കരിക്ക് കുടിക്കും. കാറ്റ്ലിൻ കാരിക്കോ, ഓക്കെ അല്ലേ? അതേപോലെ തന്നെ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കരിക്ക് കുടിക്കണേന്ന് ഓർക്കുക കേട്ടോ. വെറുതെ കണക്ട് ചെയ്യുക. വയസ്സായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും കരിക്ക് കുടിക്കണേ എന്നുള്ള രീതിയിൽ ഓർക്കുക. അല്ലെങ്കിൽ കൂടുതലും മെഡിസിൻ എടുക്കണതൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ മെഡിസിന് 2023 കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ്? 2 പേർക്കാണ്. ഒന്ന് ഓർത്ത് നോക്കി ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? കാറ്റ്ലിൻ കാരിക്കോ, അതേപോലെ തന്നെ ഡ്രൂ വൈസ്മാൻ. സെറ്റ് അല്ലേ? ഇനി എന്തിനാണ് അവർക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. COVID-19 ഫലപ്രദമായിട്ടുള്ള mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയിട്ടുള്ള ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ്. അപ്പൊ mRNA വാക്സിനുകൾ അല്ലെ, COVID-19 ഫലപ്രദമായിട്ടുള്ള mRNA വാക്സിൻ, മെസഞ്ചർ RNA വാക്സിൻ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയിട്ടുള്ള ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. COVID-19 ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കാറ്റ്ലിൻ കാരിക്കോ അതേപോലെ തന്നെ ഡ്രൂ വൈസ്മാൻ മറക്കേണ്ട 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കാറ്റ്ലിൻ കാരിക്കോ ഏത് രാജ്യക്കാരെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഹംഗറിയാണ് കേട്ടോ. ഹംഗറിയാണ്. അപ്പൊ ജസ്റ്റ് ഓർക്കുക, നമ്മൾ ഈ കരിക്കൊക്കെ കുടിക്കുന്നത് നമുക്ക് നല്ല വിശപ്പൊക്കെ ഉള്ള സമയത്താണെന്ന് ഓർക്കുക. അപ്പൊ ഹംഗറി, നമ്മൾ വിശപ്പ് ഹംഗറി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഓർക്കുക, ഹംഗറിയാണ്. അതേപോലെ തന്നെ വൈസ്മാൻ USA കാരനാണ്, ഓർത്ത് വെച്ചേക്കുക. വൈസ്മാൻ USA കാരനാണ്. സെറ്റ് ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഫിസിക്സ് ആണ് കേട്ടോ. ഫിസിക്സിൽ കിട്ടിയിട്ടുള്ളത് 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഫിസിക്സിൽ എത്ര പേർക്കാ കിട്ടിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തില് 2023 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് 3 ആൾക്കാരാണ്. ആരൊക്കെയാ നമുക്ക് നോക്കാം അല്ലെ. പിയർ അഗോസ്റ്റിനി, ഫെറങ്ക് ക്രോസ്, ആനി ലുഹെയ്ലർ. പേരൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടണം എന്നില്ല, നമുക്ക് ചെറിയ കണക്ഷൻസ് കൊടുക്കാം. ആരൊക്കെയാണ്? പിയർ അഗോസ്റ്റിനി, ഫെറങ്ക് ക്രോസ്, ആനി ലുഹെയ്ലർ. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ഒരു ആൺ ഗോസ്റ്റ് ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ. ഒരു ആൺ ഗോസ്റ്റ്, നമ്മൾ ആണെന്നൊക്കെ പറയില്ലേ, ഒരു ആൺ ഗോസ്റ്റ് ഉണ്ട്. ഈ ആൺ ഗോസ്റ്റിനെ നമ്മൾ എന്ത് കാണിച്ചു? കുരിശ് കാണിച്ചു അല്ലെ. ഗോസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുരിശ് കാണിക്കില്ലേ, അതേപോലെ ആൺ ഗോസ്റ്റിനെ കണ്ടപ്പോ കുരിശ് കാണിച്ചു എന്ന് ഓർക്കുക. ക്രോസ് കേട്ടോ, ക്രോസ് ആയിട്ടൊന്ന് ഓർക്കുക. ഇനി ഫിസിക്സ് ആയിട്ട് നമ്മൾ എങ്ങനെയാ കണക്ട് ചെയ്യുക? ഫിസിക്സ് എന്ന് പറയുമ്പോൾ നല്ല ഫിസിക്കുള്ള ഒരു ആൺ ഗോസ്റ്റിനെ കണ്ടപ്പോഴാണ് നമ്മൾ ക്രോസ് കാണിച്ചത്. ഓക്കെ, അല്ലറ ചില്ലറ ഗോസ്റ്റ് അല്ല, നല്ല ഫിസിക് ഒക്കെ ഉള്ള ആൺ ഗോസ്റ്റിനെ കണ്ടപ്പോഴാണ് നമ്മൾ ക്രോസ് കാണിച്ചതെന്ന് ഓർക്കുക. കിട്ടിയില്ലേ? അപ്പൊ ഫിസിക്സിൽ 2023 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ്? ആണെന്ന് പറയുമ്പോൾ ആരാലോചിക്കണം? ആനി ലുഹെയ്ലർ അല്ലെ, ആനി ലുഹെയ്ലർ. പിന്നെ ഗോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഗോസ്റ്റി ആണ്. പിന്നെ എന്ത് കാണിച്ചു? ക്രോസ് കാണിച്ചു അല്ലെ. അപ്പൊ ക്രോസ് എന്ന് പറയുമ്പോൾ ആരാണ്? ഫെറങ്ക് ക്രോസ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഫെറങ്ക് ക്രോസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ആൺഗോസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോ ക്രോസ് കാണിച്ചു അല്ലെ. നല്ല ഫിസിക്കുള്ള ആൺഗോസ്റ്റിനെ കണ്ടപ്പോ ക്രോസ് കാണിച്ചു. ഇതിൽ ഏതാണ് പ്രേതം എന്ന് ചോദിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടം വരെ എത്തി. ഇനി ഓർക്കേണ്ടത് ആനി ലുഹെയ്ലർ സ്വീഡൻകാരിയാണ്. അതേസമയം പിയറി അഗോസ്റ്റിനി US ആണ് കേട്ടോ. US ആണ്. അപ്പൊ ജസ്റ്റ് ഓർക്കുക, ഈ ഗോസ്റ്റിനൊക്കെ കണ്ടതാരാ? നമ്മളാണ് കണ്ടത് അല്ലെ. അസ് എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. ഗോസ്റ്റിനെ കണ്ടതാരാണ്? നമ്മളാണ്. US, അസ് എന്നുള്ള രീതിയിൽ ഓർക്കുക. പിന്നെ ഒരു ക്രോസ് ഒന്നും പോരാ, കുറെ ക്രോസ് വേണം നോക്കുക കേട്ടോ. അതായത് മെനി ക്രോസ് വേണം നോക്കുക. ക്രോസ് അല്ലെങ്കിൽ ഫെറൻ ക്രോസ് ജർമ്മനിയാണ് കേട്ടോ. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ മെനി ക്രോസ് കാണിക്കണം. ഒരു ക്രോസ് ഒന്നും കാണിച്ചാൽ പോരാ, മെനി ക്രോസ് കാണിക്കണം എന്നുള്ള രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ അവരുടെ രാജ്യം കൂടെ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറും. ഓക്കെ ആണല്ലോ? ഇനി എന്തിന്റെ കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കായിട്ടാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കായിട്ടാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ഈ ഗോസ്റ്റ് ഒക്കെ വരുന്നത് പെട്ടെന്നായിരിക്കും വരുന്നത് അല്ലെ, പെട്ടെന്നായിരിക്കും. അപ്പൊ ഒരു സെക്കൻഡ് ടൈമിലേക്കാണ് വരുന്നത് ഓർക്കുക. അങ്ങനെ നമുക്ക് ആറ്റോ സെക്കൻഡ് അല്ലെ, ആറ്റോ സെക്കൻഡ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി പ്രയത്നമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ചിലപ്പോൾ പൾസ് ഒക്കെ പോകും അല്ലെ. അപ്പൊ പൾസുകളായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ. അതേപോലെ തന്നെ പ്രേതം വരുമ്പോൾ അല്ലെങ്കിൽ ഗോസ്റ്റ് വരുമ്പോൾ ലൈറ്റ് കെടും വരും, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കായി എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഫിസിക്സിൽ കിട്ടിയുള്ള 3 ആൾക്കാർക്കാണ്
പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രോസ്, ആനി ലുഹൈലർ. ആൺ ഗോസ്റ്റിനെ കണ്ടപ്പോൾ നമ്മൾ ക്രോസ് കാണിച്ചു അല്ലെ, നല്ല ഫിസിക്കൽ ആൺ ഗോസ്റ്റിനെ കണ്ടപ്പോൾ നമ്മൾ ക്രോസ് കാണിച്ചു എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആരൊക്കെയാ 3 ആൾക്കാര്? മൗങ്കി ജി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഇ എക്കിമോവ്. ഓക്കെ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാം. ഒന്നും കൂടെ പേര് പറയാം. മൗങ്കി ജി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഇ എക്കിമോവ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർക്കുക, അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് മാഗി നൂഡിൽസും ബ്രൂ കോഫിയും കുടിച്ചപ്പോ നല്ല രസം തോന്നി കേട്ടോ. അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് മാഗി നൂഡിൽസും അതിന്റെ ഒപ്പം തന്നെ ബ്രൂ കോഫിയും കൂടി ഉണ്ട്. മാഗി നൂഡിൽസ് മാത്രമല്ല ബ്രൂ കോഫി. അപ്പൊ അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് മാഗി നൂഡിൽസും ബ്രൂ കോഫിയും കൂടി കുടിച്ചപ്പോ നല്ല രസം തോന്നി. ആ രസമാണ് നമ്മുടെ രസതന്ത്രം, കെമിസ്ട്രി. കിട്ടിയോ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പിടിച്ചില്ലേ? അപ്പൊ അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് മാഗി നൂഡിൽസും ബ്രൂ കോഫിയും കുടിച്ചപ്പോ നല്ല രസം. ഇനി ആൾക്കാർ ഒന്നും കൂടെ നോക്കി, അലക്സ് എന്ന് പറയുമ്പോൾ അലക്സി ഇ എക്കിമോ, പിന്നെ നമ്മൾ പറഞ്ഞു മാഗി അല്ലെ, നമ്മുടെ മൗങ്കി ജി ബവേണ്ടി, പിന്നെ ബ്രൂ കോഫി, അപ്പൊ ലൂയിസ് ഇ ബ്രൂസ്. ഒന്ന് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ എന്തിന്റെ കണ്ടെത്തലുകൾക്കാണ് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് കിട്ടിയിട്ടുള്ളത്. ക്വാണ്ടം ഡോട്ടുകളുടെ, അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ക്വാണ്ടം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പാക്കറ്റ്സ് ഓഫ് എനർജി അല്ലെ, പാക്കറ്റ്സ് ഓഫ് എനർജി, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാക്കറ്റ് ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ പാക്കറ്റിലാണ് നമ്മൾ ഈ മാഗി നൂഡിൽസും ബ്രൂ കോഫിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അലക്സിന് മാത്രമല്ല രസം, നമ്മൾക്കും രസമുണ്ട്. അസ് എന്ന് പറയില്ലേ, നമ്മൾക്കും രസമുണ്ടെന്ന് ഓർക്കാം. അപ്പൊ ഈ പറഞ്ഞുള്ള 3 ആൾക്കാരും USA കാരാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ബ്രൂസ് ആണെങ്കിലും മോങ്കി ആണെങ്കിലും അലക്സി ആണെങ്കിലും ഒക്കെ USA കാരാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ ആദ്യം പറഞ്ഞു മെഡിസിന് കിട്ടിയിട്ടുള്ള 2 ആൾക്കാര് നമ്മുടെ കരിക്കും വയസ്സായിട്ടുള്ള ആൾക്കാരല്ല. അപ്പൊ കാറ്റ്ലിൻ ക്യാരിക്കോ, ഡ്രൂ വൈസ്മാൻ. പിന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്സ് പറഞ്ഞു, ഭൗതിക ശാസ്ത്രം, നല്ല ഫിസിക് ഉള്ള ഒരു ആൺ ഗോസ്റ്റ് വന്നപ്പോ നമ്മൾ എന്ത് കാണിച്ചു? ക്രോസ് കാണിച്ച കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു രസതന്ത്രം അല്ലെ, രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ കിട്ടിയിട്ടുള്ളത് അലക്സി, മൗങ്കി, ബ്രൂസ്. നമ്മുടെ അലക്സ് മാഗി നൂഡിൽസും ബ്രൂ കോഫിയും കുടിച്ചപ്പോ നല്ല രസമാണെന്നുള്ള കാര്യം കൂടെ പറഞ്ഞല്ലേ. ഇത്രയും സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് സമാധാനത്തിന്റെയാണ് കേട്ടോ. നൊബേൽ പീസ് പ്രൈസ് 2023 നമ്മൾ നോക്കുന്നത്. കിട്ടിയിട്ടുള്ളത് നാർഗസ് മുഹമ്മദിക്കാണ്. ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത്, നാർഗസ് മുഹമ്മദി. സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. ഈ സമാധാനം, പീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ നരകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. അപ്പൊ നരകം, നാർഗസ് മുഹമ്മദിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നാർഗസ് മുഹമ്മദിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇറാൻ, സ്വദേശം ചോദിക്കുകയാണെങ്കിൽ ഇറാൻ ആണ് കേട്ടോ, ഇറാൻ. അപ്പൊ നാർഗസ് എന്ന് പറയുമ്പോൾ തന്നെ കണ്ടോ, ഒരു നാർഗസിനകത്ത് ഞാനിവിടെ ഒരു ഐയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇറാൻ ആയില്ലേ. ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കി, ഇറാൻ ആയില്ലേ. അപ്പൊ ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് നടത്തിയിട്ടുള്ള പോരാട്ടത്തിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചേക്കാം കേട്ടോ. അപ്പൊ സമാധാനത്തിനുള്ള പുരസ്കാരം കിട്ടിയുള്ള ഒറ്റ ഒരാൾക്കാണ് കിട്ടിയിട്ടുള്ളത്, നാർഗസ് മുഹമ്മദി. സമാധാനം, നരകത്തിൽ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടില്ല എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, പിന്നെ ലിറ്ററേച്ചർ ആണ്. നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 2023 ലിറ്ററേച്ചറിന് കിട്ടിയിട്ടുള്ളത് ജോൺ ഒലവ് ഫോസയ്ക്കാണ് കേട്ടോ. ആർക്കാണ്? ജോൺ ഒലവ് ഫോസെ. അപ്പൊ ജസ്റ്റ് ഓർക്കുക, ഈ ലിറ്ററേച്ചർ, സാഹിത്യം അല്ലെ, സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ പലപ്പോഴും പൈസ കൊടുത്ത് വാങ്ങാണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്മൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാറില്ലേ. അതായത് നമ്മൾ ഓസിനൊക്കെ വായിക്കാറുണ്ട് അല്ലെ. ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓസിന് വായിക്കാറുണ്ട്. അങ്ങനെ ഫോസെ അല്ലെ, ഫോസെ, അതിനകത്തൊരു ഓസ് ഇരിപ്പുണ്ടല്ലോ. ഓസിനൊക്കെ നമ്മൾ ലിറ്ററേച്ചർ, സാഹിത്യമൊക്കെ വായിക്കാറുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഒക്കെ ഒരു ഡോൺ ആണെന്ന് ഓർക്കുക. ഡോൺ എന്നൊക്കെ പറയുന്ന പോലെ ജോൺ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ജോൺ ഒലവ് ഫോസയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നോർവേക്കാരനാണ്. അപ്പൊ ഫോസെ നോർവേക്കാരനാണെന്നും കൂടെ കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി എന്തിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതനമായിട്ടുള്ള നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും ആണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ സാഹിത്യത്തിൽ കിട്ടിയിട്ടുള്ള ആർക്കാണ്? ഓസ് എന്ന് ഓർക്കുക അല്ലെ. അപ്പൊ ജോൺ ഒലവ് ഫോസെ ആണ് അല്ലെ, ഫോസെ അല്ലെങ്കിൽ ഡോൺ എന്നൊക്കെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതനമായിട്ടുള്ള നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കാണ് കിട്ടിയെന്നുള്ള കാര്യം കൊണ്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിന് 2023 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ലൗഡിയ ഗോൾഡിൻ. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആലോചിക്കാം അല്ലെ. എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തികം എന്നൊക്കെ പറയുമ്പോൾ ഗോൾഡ് ഉണ്ട് അതിനകത്ത് അല്ലെ, ഗോൾഡ്. അപ്പൊ ക്ലൗഡിയ ഗോൾഡിൻ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. സ്ത്രീകളുടെ
തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ USA-കാരിയാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മളാണ് ഗോൾഡ് ഒക്കെ ഇടണേ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്കുക കേട്ടോ. US നമ്മൾ എന്നൊക്കെ പറയില്ലേ, അസ് എന്നുള്ള രീതിയിൽ ഓർക്കുക. അപ്പൊ USA-കാരിയാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വേഗം ഞാനൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജിയിൽ കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ്? നമ്മുടെ കരിക്ക് കുടിക്കുന്ന കാര്യം വയസ്സായിട്ടുള്ള ആൾക്കാരും അല്ലേ. അപ്പൊ കാറ്റ്ലിൻ ക്യാരിക്കും ഡ്രൂ വൈസ്മാൻ 2 ആൾക്കാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഫിസിക്സിൽ കിട്ടിയിട്ടുള്ള 3 ആൾക്കാരാണ് അല്ലെ. ആരൊക്കെയായിരുന്നു? ഒരു ആൺഗോസ്റ്റ് വന്നപ്പോൾ നമ്മൾ ക്രോസ് കാണിച്ചു എന്നുള്ള കാര്യം ഓർത്ത്. നല്ല ഫിസിക്കൽ ആൺഗോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഫിസിക്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കെമിസ്ട്രി എന്ന് പറയുമ്പോഴും 3 ആൾക്കാർക്ക് തന്നെയാണ് കിട്ടിയില്ലേ. നല്ല രസം തോന്നുന്നു അല്ലെ, രസതന്ത്രം. അപ്പൊ അലക്സ് മാഗി നൂഡിൽസും ബ്രൂ കോഫിയും കുടിച്ചപ്പോൾ നല്ല രസം തോന്നിയെന്ന് ഓർക്കാൻ പറഞ്ഞു. പിന്നെ പീസ് സമാധാനം, നമ്മൾ നരകത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടില്ല. അങ്ങനെ നാർഗസ് മുഹമ്മദി നമ്മൾ പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞത് സാഹിത്യത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഓസിനൊക്കെ നമ്മൾ ബുക്കൊക്കെ വായിക്കും അല്ലെ. അപ്പൊ ഫോസെ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഒക്കെ ഒരു ഡോൺ എന്നുള്ള രീതിയിൽ ഓർക്കുക, ജോൺ അല്ലെ, ജോൺ. അപ്പൊ ജോൺ ഓലോ ഫോസെ ആണ്. ഓക്കെ, അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞേക്കട്ടെ, നമ്മുടെ അട 24/7 നമ്മൾ ICDSന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. 5 വർഷങ്ങൾക്ക് ശേഷം വിളിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല സാലറി സ്കെയിൽ ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി Y758 എന്ന് പറഞ്ഞുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യണേ. നമ്മുടെ കൂപ്പൺ കോഡ് Y758 ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് 17% ഓഫ് കിട്ടും. അപ്പൊ ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും എല്ലാം അവൈലബിൾ ആണ്. PDF നോട്ട്സ് കിട്ടും. ടെലഗ്രാം ചാനൽ ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന്റെയും ഈ പറഞ്ഞ പോലെ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ Y758 എന്ന് പറഞ്ഞുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, എല്ലാവരും കമന്റ് ചെയ്യണേ. 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആർക്കാണ്? എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒരു ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.